ഇപ്പം നമ്മൾ സ്ഥലം വരെ പോകുന്നതാണ്. ഇപ്പം ഇതാണ് പാലട പായസം. മിൽമൻ്റെ പാലട പായസമാണ് കേട്ടോ. ഇതൊന്നും ചെയ്യല്ല, ഡയറക്റ്റ്ലി ഗ്ലാസ്സിൽ എടുത്ത് കുടിക്കുന്ന പാലട പായസം. ഞാൻ ഓരോന്നും നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ഉണ്ട് ഇവിടെ. മിൽമ എൻ്റെ സാധനങ്ങൾ കുറേ ഉണ്ട്. ഇതൊരു മിൽമ ബൂത്തായിട്ട് അവർ തുടങ്ങിയതാട്ടോ. ഇവിടെ മിൽമൻ്റെ ഗുലാം ജാമുണ്ട്, പിന്നെ ഈ മയോണൈസ് ഉണ്ട് കേട്ടോ. ഇത് റിയൽ മയോണൈസ് ആണെന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ചെറിയൊരു പാക്കറ്റും ഉണ്ട്, ചെറിയ പാക്കറ്റാണ് ആയിരിക്കുന്നത്. പിന്നെ സോസസ് ആണ്, പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഞാൻ ഓരോന്നിങ്ങനെ നോക്കി എന്തെല്ലാം വാങ്ങണം. പിന്നെ ഞങ്ങൾ പാലട പായസമാണേ, ഞാൻ വാങ്ങട്ടെ എന്ന് ചോദിക്കണം. പിന്നെ ഞങ്ങൾ ഒരു തൈര്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കേട്, ഞാനൊരു അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ള കേട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ, കാളികാവ് ഭാഗത്തുകൾ വരികയാണെങ്കിൽ ഈ കട എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊക്കെ വാങ്ങണമെന്ന് കൺഫ്യൂഷനായിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പർച്ചേസിങ് വീഡിയോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ആ കേട് കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാനിടും ഇതിൻ്റെ അവസാനത്തിൽ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീഡിയോ എടുത്ത് വെക്കാൻ മറക്കല്ലേ. ഇത് ഓട്സ്, ബിസ്ക്കറ്റ്സ്, അതൊക്കെ. ഇത് ഞാൻ ഇപ്പോൾ കൈ പിടിച്ച ഗുലാം ജാമാണ്. ഉമ്മച്ചി പറഞ്ഞു നമുക്ക് ഈ ഗുലാം ജാം എടുക്കാം. അതായത് ഇതാ ഈ ടിന്ന് മിൽമൻ്റെ ഗുലാം ജാമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അതൊരു മിൽമ ബൂത്തായിട്ട് അവർ തുടങ്ങിയതാണെന്ന്. അപ്പോൾ അതാണ് മിൽമൻ്റെ ഗുലാം ജാമൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് മിൽമൻ്റെ ബിസ്ക്കറ്റ്സാണ് ഇഷ്ടപ്പെട്ടത്. അത് ഞങ്ങൾ മുന്നേ വാങ്ങിയിരുന്നു. ഇതാണ് ഇവിടെ ബിസ്ക്കറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇതൊരു പൊരിയാണ് കേട്ടോ, ഇതിൻ്റെ ഫേവറേറ്റ് പൊരിയാണ്. പിന്നെ കുറേ മിഠായികളുണ്ട് കേട്ടോ അവിടെ, കണ്ടില്ലേ അതൊക്കെ. പിന്നെ അതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗുലാം ജാമാണ്, മിൽമൻ്റെ ഗുലാം ജാം. അപ്പോൾ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറയാം. എനിക്കത് എടുത്തിട്ട് കിട്ടുന്നില്ലായിട്ടും ലാസ്റ്റ് കിട്ടി. അപ്പോൾ ഇതാ മിൽമൻ്റെ ഗുലാം ജാമാണ് കേട്ടോ. ഞാൻ കാട്ടി തരുന്നുണ്ട്, സൗണ്ടൊക്കെ പോയിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ ഒരെണ്ണടുത്ത് ഞാൻ എൻ്റെ വായിൽ വെച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഞാൻ പറയാം. സൂപ്പറാണ്, ഒന്നും പറയല്ല, അത്രക്ക് ടേസ്റ്റാണ്. ഞാൻ വെച്ച് കഴിച്ചോട്ടെ എന്ന് കരുതി. ഞാൻ കഴിച്ച് കഴിഞ്ഞ് ഉമ്മച്ചി കഴിക്കട്ടോ. ഉമ്മച്ചിക്ക് പുതി മാറില്ല, നല്ല രസമാണ് കേട്ടോ. സാധനം ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. എന്തായാലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് വല്ലാതെ മധുരം ഇഷ്ടമല്ല, എന്നാലും കഴിക്കും. അപ്പം നമുക്ക് എല്ലാവരും ഇത് കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം. അടുത്ത ഞാൻ ഉമ്മച്ചിനത് കൊടുന്നു ചീക്സിൻ്റെ ചിപ്സ്, ഞങ്ങൾ വരുമ്പോൾ കുറുകുറെ. അപ്പോൾ അപ്പോൾ നമുക്ക് അതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അത് പൊട്ടിച്ച് വെക്കാം. ഞാൻ ഒരു ബൗൾ എടുക്കാൻ പോയതാണ്. അപ്പം നമ്മൾ അയക്കിട്ടിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കതൊന്ന് കഴിച്ചിട്ട് നോക്കാം. സൂപ്പറാണ്, ഒന്നും പറയാതെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. ഇതാണ് എൻ്റെ ഷേപ്പ്, ഞാൻ ഒന്നും വെച്ച് കൊടുത്തേ.
ഇതാണ് ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങി കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് നോക്കണം. അപ്പം എല്ലാവരും എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചിട്ട് നമുക്ക് അടുത്തത്. ഇത് ഗുലാബ് ജാമുൻ മിൽമൻ്റെ കേട്ടോ, എല്ലാവരും ഇത് വാങ്ങി കഴിച്ചൊക്കെ അടിപൊളിയാണ്. ഇത് ചീസിൻ്റെ ചിപ്സ് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞ മിൽക്ക് മിക്സിൻ്റെ കേട്, അതായത് തൈര്. ഇത് അടിപൊളി സാധനമാണ്. ഇത് സാദാ പുളിയില്ലാത്ത കേട് തൈര്. പിന്നെ കുട്ടികളെ പറ്റിക്കാനായിട്ട്, അതായത് കുട്ടികളെ പറ്റിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഐസ്ക്രീം പറഞ്ഞ് കരയുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഫ്ലേവർ ഇല്ലത് കൊടുത്താൽ മതി. എന്നാൽ അവർ വിചാരിച്ചത് ഇത് ഐസ്ക്രീമാണ്. ഇതിൽ ഫ്ലേവർ ഇല്ല, ഇതിൽ പുളിയില്ലാത്ത തൈരാണ്. ഉമ്മച്ചി കൊടുത്തു നോക്കിയിട്ട് ഉമ്മച്ചിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. സാധനം നല്ല വെണ്ണ പരുവത്തിലാണ് കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത് കഴിഞ്ഞു കേട്ടോ, ഇത് അടിപൊളിയാണ്. നല്ല മധുരവും പിന്നെ മാങ്ങേൻ്റെ, അതായത് മാംഗോൻ്റെ നല്ല ഫ്ലേവറും ഉണ്ട് കേട്ടോ. ഉമ്മച്ചിക്ക് കൊടുത്തു, ഞാനും കഴിച്ചിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് വാങ്ങി കുട്ടികൾക്ക് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ പല ഫ്ലേവറും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെങ്കിൽ വാങ്ങാം. ഇതാണ് ഫ്രൂട്ട് യോഗേർട്ട്, മാംഗോ, മിൽക്ക് മിറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.